വോൾക്സ്വാഗൻ വെൻഡോ 2011 മോഡൽ വണ്ടിയാണ്. കംപ്ലൈൻറ്റ് വന്നിട്ട് ഡീസൽ ലീക്ക്, അതേപോലെ എൻജിൻ ഓയിൽ ലീക്ക്. നമ്മൾ നോക്കിയതാണ് വണ്ടി എന്താ പ്രശ്നം എന്നുള്ളത്. അത് ഡീസൽ ലീക്ക് വന്നിട്ട് മെയിൻ പൈപ്പ് ഉണ്ടല്ലോ അതിൻ്റെ ലീക്കാണ് വന്നുകൊണ്ടിരുന്നത്. ഇതൊന്നും മാറ്റിടാം. ഇപ്പോൾ പൈപ്പ് മാറ്റിയിട്ടുണ്ട് ഇതിനകത്ത്. ഇതിൻ്റെ അടിയിലാണ് ഡീസൽ ലീക്ക് അധികമായിട്ട് വന്നത്. ഇല്ല, വണ്ടി ഓടിച്ച് നോക്കിയതാണ്. പക്ഷേ എൻജിൻ ഓയിൽ ലീക്ക് അധികമായിട്ടുണ്ട്. ഫ്രണ്ടിൽ നോക്കിയാൽ നമുക്ക് ഇവിടെ നോക്കിയാൽ എവിടെയും കിട്ടില്ല. അടിയിൽ നിന്നാണ് ഒരുപാട് ലീക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത്. അത് കംപ്ലൈൻറ്റ് വന്നിട്ട് നമ്മുടെ വാക്വം പമ്പ് ഉണ്ടല്ലോ അതിൻ്റെ ലീക്കാണ് വന്നത്. അതിൻ്റെ വന്നുകൊണ്ടിരിക്കുന്നത് വാക്വം പമ്പിൻ്റെ ലീക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ സൈഡാണ്. അതിൻ്റെ വീഡിയോ ഞാൻ വിട്ട് തരാം. ഈ സൈഡാണ് ലീക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അത് നേരെ ഈ ഭാഗത്ത് കേട്ടോ അടിയിലാണ് ലീക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നേരെ സ്വിച്ച് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇതിനകത്ത്, എന്നാലും ലീക്ക് വരുന്നുണ്ട്. അപ്പോൾ മാറ്റാത്തപ്പോൾ ഒരുപാട് ലീക്കായിരുന്നു, അടിയിൽ ഒറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ അതിന് ശേഷം നോക്കുമ്പോൾ ഈ സൈഡ് ലീക്ക് ഉണ്ട്. അത് വാക്വം പമ്പ് തന്നെ അഴിച്ചിട്ട് തന്നെ കാണിക്കുള്ളൂ. അടിയിലല്ല, ഇവിടെ ഈ ബോൾട്ട് ഉണ്ടല്ലോ ഇതിൻ്റെ സൈഡാണ് ലീക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വാക്വം പമ്പ് അഴിച്ചിട്ടുണ്ട്. ഈ സൈഡിൽ നിന്നാണ് ലീക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ടോപ്പിന്ന് ഇവിടെ ഈ സൈഡിൽ നിന്നാണ് ലീക്ക് വന്നുകൊണ്ടിരുന്നത്. ഞാൻ ലീക്കിൻ്റെ കാര്യം കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് അറിയാം എവിടെ നിന്നാണ് ലീക്ക് വന്നതെന്നുള്ളത് അറിയാം. ഈ സൈഡിൽ നിന്നാണ് ലീക്ക് അധികം വന്നുകൊണ്ടേയിരിക്കുക. അതാണ് ഡ്രോപ്പായി പോയിക്കൊണ്ടേയിരിക്കുന്നത്. അടിയിൽ നോക്കിയാലും മനസ്സിലാവും. ഇപ്പോൾ വാഷ് ചെയ്തതാണ്, എന്നാലും ഇവിടെ ലീക്ക് കണ്ടില്ലേ, ഇത്രയും ലീക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത്. അവർക്ക് ഒരു 30 കിലോമീറ്റർ 40 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ 1 ലിറ്റർ ഓയിൽ ഒഴിക്കുക തന്നെ വേണം. അത്രയും കമ്മിയാണ് ഇതിനകത്ത്. അപ്പോൾ നോക്കിയപ്പോൾ നേരത്തെ അവർ പറഞ്ഞത് ഇനി എൻജിൻ്റെ പണിയെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചതാണ്. അവർ നേരത്തെ അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എൻജിൻ്റെ പണി വന്നിട്ടുണ്ടോ, വണ്ടി വിൽക്കുക എന്തെങ്കിലും ചെയ്താലോ ചോദിച്ചാണ്. അപ്പോൾ വേണ്ട, ഞാൻ നോക്കിത്തരാമെന്ന് പറഞ്ഞ് വന്നതാണ്. അതുമാത്രമല്ല, കൂളൻറ്റിൻ്റെ ലീക്കും ഉണ്ടായിരുന്നു. ഈ പൈപ്പിൻ്റെ ലീക്കാണ് വന്നുകൊണ്ടിരുന്നത്. അതൊക്കെ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ വന്നപ്പോൾ തന്നെ. അതേപോലെ ഡീസൽ ലീക്ക് ഞാൻ അപ്പോഴേ പറഞ്ഞില്ല. അതുപോലെ ഡീസൽ ലീക്ക് അധികം ചെറുതായിട്ടല്ല വലുതായിട്ട് വന്നുകൊണ്ടിരുന്നായിരുന്നു ഈ സൈഡിൽ നിന്ന്. എന്നിട്ട് മാറ്റിയത് ഈ സൈഡിലുള്ള പൈപ്പ് മാത്രമേ മാറ്റിയുള്ളൂ. ഒരുപാട് ലീക്ക് ഉണ്ടായിരുന്നു അതിനകത്ത്. തന്നെയാണ് ഡീസലും അതേപോലെ കൂളൻറ്റും എൻജിൻ ഓയിലും. അത് ലീക്ക് ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ കൊടുക്കാനായിട്ടാണ് തീരുമാനിച്ചത് കസ്റ്റമർ. അപ്പോൾ ഞാൻ വേണ്ട, ഞാൻ ക്ലിയർ ചെയ്തു തരാമെന്ന് അയച്ചതാണ്. നോക്കുമ്പോൾ തന്നെ നിസ്സാര ലീക്ക് പ്രശ്നങ്ങളുള്ളൂ. എൻജിനൊന്നും പണി ചെയ്യുകയേ വേണ്ട ഈ ലീക്കിൽ. പിന്നെ അഴിച്ചിട്ടുണ്ട്. വാക്വം പമ്പ് നമ്മൾ അഴിച്ചിട്ടുണ്ട്. ഇത് ടൈറ്റില്ലാത്തത് കൊണ്ടാണ് ലീക്ക് വന്നത്. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഇത് പാക്കിങ് മാത്രം കിട്ടില്ല. അത് ഫുൾ കിറ്റ് പാക്കിങ്ങിലേ ഇതൊക്കെ വരുള്ളൂ. അതിന് പേസ്റ്റ് ഇട്ടിട്ട് കയറ്റിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മളൊരു 2 മണിക്കൂർ ഡ്രൈവിങ്ങിലിടുക. മണിക്കൂർ ഓടിയതിന് ശേഷം നമുക്ക് അറിയുള്ളൂ ലീക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ലീക്ക് ഉണ്ടാവില്ല, ഇത് പാക്കിങ് ഇട്ട് കഴിഞ്ഞാൽ ലീക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ വാക്വം പമ്പ് ഇതാണ്, അതും ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഉണ്ടല്ലോ ഈ സൈഡ്, ഏത് സൈഡാണ് ലീക്ക് വന്നത്? ഈ സൈഡാണ് ബോൾട്ട് വരുന്നത്. അതിൽ ഈ സൈഡിൽ നിന്നാണ് ലീക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഇനിമോക്ക് നമുക്ക് പേസ്റ്റ് ഇട്ടിട്ട് കയറ്റിയാൽ മതി. ഇതിന് ടൈമിംഗ് ഒന്നുമില്ല കേട്ടോ, നാച്ചുറലായിട്ട് കയറ്റാം, ബുദ്ധിമുട്ടൊന്നുമില്ല. കണ്ടല്ലോ, ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കയറ്റിയാൽ മതി, പേസ്റ്റ് ഇട്ടിട്ട് കയറ്റിയാൽ മതി. പേസ്റ്റ് ഇട്ടാൽ മതി, ഇത് കിറ്റൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. പേസ്റ്റ് ഇടുമ്പോൾ ഇതുപോലെ
ഇട്ടാൽ മതി കേട്ടോ. ബാക്കിലും ഇടണം, ഫ്രണ്ടിലും ഇടണം. ഇത് മാറ്റാത്ത കൊണ്ടാണ് നമ്മൾ പേസ്റ്റ് ഇടുന്നത്. ഇത് ഒറിജിനൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, പാക്കിംഗ് ഒറിജിനൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പേസ്റ്റ് ഇടുക വേണ്ട. ഒറിജിനൽ ലോക്കലാണെന്നുണ്ടെങ്കിൽ എന്തായാലും പേസ്റ്റ് ഇടുക തന്നെ വേണം. കിട്ടാത്ത ഇതുകൊണ്ട് നമ്മൾ പേസ്റ്റ് ഇടുക തന്നെ വേണം. ഇതുപോലെ ഫിലിം കോട്ടിൽ വെച്ചാൽ മതി. അധികം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ലിക്വിഡ് മറ്റേ ഓയിൽ വരുന്നുണ്ട്, അതും ഡാമേജ് ആവും. അതുകൊണ്ട് ഈ ലെവലിൽ ഇട്ടാൽ മതി. എന്നിട്ട് നമുക്ക് ഉടനെ കയറ്റുക. അവിടെയും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉടനെ കയറ്റി കഴിഞ്ഞാൽ റിലീസ് ആവും. പമ്പ് കയറ്റിയിട്ടുണ്ട്. ചെറിയ പേസ്റ്റിൻ്റെ കാണും, കുഴപ്പമൊന്നുമില്ല. കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് എയർ ഫിൽറ്ററും എല്ലാ കാര്യങ്ങളും കയറ്റിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ലീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അതിൻ്റെ പാക്കിങ് മാറ്റേണ്ടി വരും. ലീക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. നമുക്കൊരു അരമണിക്കൂർ 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ ഓടിക്കണം. ഓടിക്കുകയല്ല, ഇവിടെ നിർത്തിയാൽ മതി. നിർത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് വിടുക. എന്നിട്ട് ലീക്ക് ഉണ്ടാകുന്നൊന്ന് നോക്കിയാൽ മതി. സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു മണിക്കൂറായി. എന്തായാലും നോക്കാം. 2 മണിക്കൂർ സ്റ്റാർട്ടിങ് വെച്ചിട്ടേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. 2 അതിന് മേലെ വയ്ക്കാം, അത് തന്നെ റീലാവുള്ളൂ. ഇപ്പോൾ ലീക്കില്ല. എന്നാലും ഒരു മണിക്കൂർ ഓടിക്കാം. എന്നിട്ട് നമുക്ക് ഓടിച്ച് നോക്കാം. ഇപ്പോൾ ലീക്കില്ല, കംപ്ലീറ്റ് ആയിട്ട് റിലീസായിട്ടുണ്ട്. പേസ്റ്റ് ഇട്ടാലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ പാക്കിങ് മാറ്റണം. പാക്കിങ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ തന്നെ ഇടണം. അതർ ബ്രാൻഡ് ഇട്ടാൽ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല. എപ്പോൾ ലീക്കാവോ എന്നോ പ്രശ്നം പറ്റുമോ എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല. ഒറിജിനലാകുമ്പോൾ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഇപ്പോൾ അത് മാറ്റിയിട്ടില്ല. ഞാൻ പേസ്റ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ നോക്കുമ്പോൾ ലീക്കില്ല. ഒന്നുകൂടെ സ്റ്റാർട്ടിങ്ങിലിടാം. ഒരു 2 മണിക്കൂറോടെ സ്റ്റാർട്ടിങ്ങിലിട്ടാൽ തന്നെ അത് ലീക്കുണ്ട് എന്താണെന്നുള്ളത് അറിയുള്ളൂ. ഏകദേശം 2 മണിക്കൂറോടെ സ്റ്റാർട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. ലീക്ക് ഒന്നുകൂടെ നോക്കാം. ലീക്കില്ല, ഏകദേശം ക്ലിയറാണ്. കയ്യിൽ വയ്ക്കുമ്പോൾ തന്നെ ചൂടാണ്. ഇത്രയും മണിക്കൂർ ഓടിയല്ലേ, എന്നാലും നമ്മൾ തൊട്ട് നോക്കണം ലീക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ലീക്കില്ല, ഒരു പൊടിക്ക് പോലും ലീക്കില്ല. അപ്പോൾ നാച്ചുറലാണ്. ചൂട് കൂടുതലാണ്. അധികം നമുക്ക് കയ്യെ വെക്കാൻ പറ്റില്ല. ഇപ്പം നാച്ചുറലാണ്. ഇനിയിപ്പോൾ നമുക്ക് എയർ ഫിൽറ്റർ കംപ്ലീറ്റ് സാധനം ഫിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ഓടിച്ച് നോക്കാം. എല്ലാ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ഒരു 10 കിലോമീറ്റർ 20 കിലോമീറ്റർ ഓടിച്ച് നോക്കാം. എന്നിട്ട് എവിടെയെങ്കിലും ഡീസലോ കൂളൻ്റോ എൻജിൻ ഓയിലോ ലീക്ക് ഉണ്ടാകുന്നു നോക്കി നോക്കാം. എന്തായാലും വണ്ടി ഇപ്പോൾ ഓടിച്ച് നോക്കാം. നമുക്ക് ഓടിച്ചിട്ട് ഒരു 20 കിലോമീറ്റർ ഓടിച്ചാൽ തന്നെ നമുക്ക് അറിയുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഓടിച്ചിട്ട് കാര്യമില്ല. ഒരു 15-20 കിലോമീറ്റർ ഓടിച്ചാൽ തന്നെ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഓടിച്ച് നോക്കാം. വാണിംഗ് ലൈറ്റും ഉണ്ട് ഇതിനകത്ത്. എന്തായാലും അതൊന്ന് ക്ലിയർ ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ അഴിച്ചിട്ട് സ്റ്റാർട്ടിങ്ങിലടക്കം നമ്മൾ എയർ ഫിൽറ്റർ പോലും ഫിറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് വാണിംഗ് ലൈറ്റ് വരുന്നത്. അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഓടിച്ച് നോക്കാം. ഓയിൽ ലീക്ക് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് വന്നത് വണ്ടി. അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ നോക്കണം, ഓടിച്ച് നോക്കുകയാണ്. ഇപ്പോൾ മറ്റുള്ള കംപ്ലൈൻറ്റ് ഉണ്ടാകുന്നത് നോക്കണമല്ലോ നമുക്ക്. ഓടിക്കുമ്പോൾ തന്നെ ഓഫ് റോഡിലാണ് ഓടിക്കുന്നത്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതും പറഞ്ഞു കൊടുക്കണമല്ലോ നമുക്ക്. ഷോക്കിൻ്റെ സൗണ്ട് മാത്രം വരുന്നുണ്ട്. അത് തിരിക്കുമ്പോൾ തന്നെ ഒരു കിട്ട് 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 എന്ന് ഒരു സൗണ്ട് ഉണ്ട് ഇതിനകത്ത്. അത് ഷോക്കിൻ്റെ മൗണ്ട് പോയത് കൊണ്ടാണ് ആ സൗണ്ട് വരുന്നത്. അതൊന്ന് റിലീസ് ചെയ്യണം. ഇപ്പം തന്നെ ചെയ്യണമെന്നില്ല, ചെറിയൊരു സൗണ്ടേ ഉള്ളൂ തിരിക്കുമ്പോൾ മാത്രം ഒരു ഗിഡ് 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 ഒരു സൗണ്ട് മാത്രമുണ്ട്. ബാക്കി സൗണ്ടൊന്നും കിട്ടുന്നില്ല. ഒന്നുകൂടെ ഓടിക്കാം നമുക്ക്. ഷോക്കിൻ്റെ ഒരു സൗണ്ട് മാത്രം, മറ്റുള്ള സൗണ്ടുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരു മൗണ്ടിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ.
ബാക്കിയൊക്കെ ക്ലിയറാണ് വണ്ടി. അത് ഹൈവേയിൽ ഓടിക്കുമ്പോൾ നമുക്ക് അറിയേയില്ല എന്ത് സൗണ്ട്, എക്സ്ട്രാ ഡ്രോവറാമോ ഇല്ലാന്നുണ്ടെങ്കിൽ ലിങ്ക് റോഡോ ഷോക്കോ എന്തെങ്കിലും പോയിട്ടുള്ള സൗണ്ട് മെയിൻ റോഡിൽ അറിയും. കിട്ടുന്നത് ലോവറാമിൻ്റെ ബുഷ് കിറ്റ് പോയിട്ടുണ്ടെങ്കിൽ അത് മെയിൻ റോഡിൽ തന്നെ കിട്ടും. പിന്നുള്ള സൗണ്ടുകളൊക്കെ ഓഫ് റോഡിൽ ഓടിച്ചാൽ തന്നെ കിട്ടുള്ളൂ. കിടുകിടുന്നുള്ള സൗണ്ട്, ഇനിയിപ്പോൾ ബോൾ ജോയിൻറ്റ് പോയ സൗണ്ട്, ലിങ്ക് റോഡ് പോയ സൗണ്ട്, ഇതൊക്കെ ഓഫ് റോഡിൽ, ഇത് കുഴി പോലുള്ള റോഡിൽ ഓടിച്ചാലേ കിട്ടുള്ളൂ. എന്തെങ്കിലും സൗണ്ട്, എക്സ്ട്രാ സൗണ്ട് വരുന്നുണ്ടെന്നോ കിട്ടുള്ളൂ. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല വണ്ടിക്ക്, വേറെ സൗണ്ടൊന്നുമില്ല. ഷോക്കിൻ്റെ മൗണ്ടിൻ്റെ സൗണ്ട് മാത്രം കിട്ടുന്നുണ്ട്. അതും ചെറുതായിട്ടുള്ള സൗണ്ടേ ഉള്ളൂ. അധികം ഇപ്പം തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ സർവീസിനും വന്നാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം പറയാനായിട്ട്. ഇപ്പോൾ വന്നത് ഓയിൽ ലീക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഓയിൽ ലീക്ക് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ നോക്കുമ്പോൾ കൂളൻ്റ് ലീക്ക് ഉണ്ട്, ഡീസലും ലീക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി വിട്ടു ഞാൻ. കൂളൻ്റിൻ്റെ ലീക്കും മാറ്റി, അതേപോലെ ഡീസൽ ലീക്കും മാറ്റി, പിന്നെ ഓയിലിൻ്റെ എൻജിൻ ഓയിലിൻ്റെ ലീക്കും മാറ്റി. ഇപ്പോൾ കുഴപ്പമില്ല, വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. നോക്കാനുള്ളത് എൻജിൻ ഓയിൽ എത്രത്തോളം ഉണ്ടെന്ന് നോക്കണം, ഓയിൽ ലീക്ക് നിന്നോ എന്നുള്ളത് നോക്കണം, അത്രയേ ഉള്ളൂ. അത് നോക്കാം നമുക്ക്. എത്രയുണ്ട്? കുഴപ്പമില്ല അല്ലേ? ഒരു 1.5 ലിറ്റർ ഒഴിക്കേണ്ടി വരും. കുറച്ച് കുറവാണ് എൻജിൻ ഓയിൽ, അത് ഒരു 1/2 ലിറ്റർ ഒഴിച്ചാൽ മതി. എന്താണെന്ന് വെച്ചാൽ ഇത്രയും ലീക്ക് ഉള്ളത് കൊണ്ടാണ് ഓയിൽ കമ്മിയാകുന്നത്. അതും ഓയിൽ വന്നിട്ട് കറുപ്പ് കളറായിട്ടേ ഇല്ല, അതുകൊണ്ട് ഗുഡാണത്. എൻജിൻ ഓയിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റണമായിരുന്നു, നോക്കുന്നു. മാറ്റുന്നത് കൊണ്ട് അധികം ബുദ്ധിമുട്ടില്ല. ഇനിയിപ്പോൾ 1/2 ലിറ്റർ ഒന്ന് ഒഴിക്കണം, അത്ര തന്നെ. തൊട്ടുന്നു ഇല്ലല്ലോ, ഒന്നുകൂടെ നോക്ക്. അവിടെയാണ് ബാക്ക് പമ്പിൻ്റെ അടുത്താണ്. ഇപ്പോൾ കയ്യിലൊന്നുമില്ല, ലീക്കില്ല. അപ്പോൾ കംപ്ലീറ്റ് ആയി. ഇനി ഓയിൽ മാത്രം ഒരു 1/2 ലിറ്റർ ഓയിൽ മാത്രം ഒഴിച്ചാൽ മതി ഇതിനകത്ത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു.